ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ ചന്ദ്രബാബു. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ പ്രദേശം. ഞാൻ ഏകദേശം ഒരു 9 വർഷത്തോളമായി PSC ക്ലാസ്സുകൾ എടുക്കുന്നു, ഒരു അധ്യാപകനായി പ്രവർത്തിക്കുന്നു. ഞാൻ അൺഅക്കാഡമിയിലേക്ക് വന്നിട്ട് അധിക നാളായിട്ടില്ല, വളരെ റീസെൻ്റായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ BSc പൂർത്തീകരിച്ചത് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ്. സുവോളജി ആയിരുന്നു എൻ്റെ മെയിൻ വിഷയം. കാരണം ബയോളജി എന്ന് പറയുന്നത് എപ്പോഴും എന്നെ ഫാസിനേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ MSc കംപ്ലീറ്റ് ചെയ്തത് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്നാണ്. അവിടെ നിന്നും റിസർച്ച് ചെയ്യണമെന്ന ഒരു ആഗ്രഹം തലയ്ക്ക് പിടിക്കുകയും അതിൻ്റെ പുറകെ കുറച്ച് നാൾ സഞ്ചരിക്കുകയും ചെയ്തു. പക്ഷേ ആ യാത്രയിലാണ് റിസർച്ച് എനിക്ക് പറ്റിയതല്ല, എനിക്ക് അതിനേക്കാൾ നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കരിയറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഒരു ബോധ്യം വന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ക്ലാസ്സുകളൊക്കെ എടുക്കുമായിരുന്നു. പഠനശേഷം ഫുൾ ടൈം ക്ലാസ്സുകളിലേക്ക് തിരിഞ്ഞു. ഞാൻ തുടങ്ങിയത് ഒരു ബയോളജി അധ്യാപകനായിട്ടാണ് എങ്കിലും B.Ed ചെയ്യുന്ന സമയത്താണ് സൈക്കോളജി എന്ന് പറയുന്നൊരു വിഷയം എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചത്. ഞാൻ എൻ്റെ BSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബയോളജി അല്ലെങ്കിൽ ഈ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഓപ്ഷണലായിട്ടൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ റിസർച്ച് വേണ്ട, B.Ed ചെയ്യാമെന്ന തീരുമാനത്തിൽ ഈ സൈക്കോളജി എന്നിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. അപ്പോൾ നിലവിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം ബയോളജി, സൈക്കോളജി, ഹോം സയൻസ്, സോഷ്യോളജി തുടങ്ങിയ വിഷയങ്ങളാണ്. അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്രയും ജനകീയമാക്കിയ ഒരു പ്ലാറ്റ്ഫോം വേറെയില്ല. നമുക്കറിയാമല്ലോ, കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കാൻ നിർബന്ധിതരായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് പഠനത്തിന് ഒരു ബ്രേക്കും വരാൻ പാടില്ല എന്ന് നമ്മുടെ അൺഅക്കാഡമിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ അൺഅക്കാഡമിയിൽ പല കോഴ്സുകളും ഉണ്ടായിരുന്നുവെങ്കിലും കോവിഡ് കാലത്താണ് അൺഅക്കാഡമിയുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അൺഅക്കാഡമിയുടെ ഒരു പ്രധാനപ്പെട്ട കുട്ടികളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിക്കുന്നത്. കാരണം അതുവരെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന ഒരു കോൺസെപ്റ്റിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആളുകൾ പതുക്കെ ഓൺലൈൻ വഴിയും ഇതൊക്കെ പോസിബിൾ ആണ് എന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് അൺഅക്കാഡമിയുടെ റോള് അല്ലെങ്കിൽ പങ്ക് വളരെ വലുതാണ്. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു. നമ്മുടെ കോഴ്സ് കണ്ടക്ട് ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ടീം അൺഅക്കാഡമിയിലുണ്ട്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ റിസർച്ചിൻ്റെ പുറകെ കുറേ നാൾ നടന്ന് PSC പരീക്ഷകളൊന്നും എഴുതണ്ട എന്ന് വിചാരിച്ച് റിസർച്ചാണ് എൻ്റെ ജീവിത അഭിലാഷമെന്ന് കരുതിയിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ പെട്ടെന്ന് പല കാരണങ്ങളാൽ റിസർച്ച് വേണ്ട എന്ന് വെച്ചപ്പോൾ പിന്നീട് എൻ്റെ മുമ്പിൽ മറ്റ് ഓപ്ഷനുകളില്ല. അപ്പോഴും PSC പരീക്ഷകൾ എഴുതണോ വേണ്ടയോ എന്ന ഒരു ചിന്തയിലായിരുന്നു ഞാൻ. കുറേ നാൾ എടുത്തു PSC പരീക്ഷകൾ തന്നെ ഫോക്കസ് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഞാൻ PSC പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും HSST സുവോളജി, നോൺ വൊക്കേഷണൽ VHSC ടീച്ചർ, അതുപോലെ തന്നെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാംസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി. നമ്മൾ വളരെ ഫോക്കസ്ഡായിട്ട് പഠിക്കുകയാണെങ്കിൽ, സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഈ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ തന്നെ സംശയിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പഠന വേളയിൽ നമുക്ക് അത്തരത്തിൽ പല ആശങ്കകളും ഉണ്ടാകും, അല്ലേ? എന്നെക്കൊണ്ടിത് കഴിയുമോ, എന്നെക്കൊണ്ടിത് സാധിക്കുമോ? ഇതൊക്കെ നല്ല തലയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫ്രണ്ട്സ്, ഈ ഒരു ചിന്തയാണ് പലർക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലെത്തിക്കുന്നത്. അത് പാടില്ല കേട്ടോ. നമ്മൾ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്കാണെങ്കിൽ കൂടി നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. മനസ്സിനെ പറഞ്ഞ് പറ്റിച്ചാലും കുഴപ്പമില്ല.
നമ്മളെ കൊണ്ടിത് സാധിക്കും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പറ്റിക്കുകയോ ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആ ഒരു ചുരുങ്ങിയ കാലത്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു സംശയവും വരാതിരിക്കാനാണ്. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇത്തരം ലിസ്റ്റുകളിലൊക്കെ വന്നതിന് ശേഷം വാസ്തവത്തിൽ ഞാൻ അതിന് മുന്നേ തന്നെ PSC കോച്ചിങ് നടത്തുന്നുണ്ട് എങ്കിലും ഒരു ലിസ്റ്റിൽ വന്നതിന് ശേഷമാണ് അത് നമുക്ക് എന്തൊരു ഹാപ്പിനെസ്സാണ് നൽകുന്നത് എന്ന് തിരിച്ചറിയുന്നത്. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നു, നമ്മൾ ഒരുപാട് പേരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു, അതിൽ നമ്മൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു, പിന്നെ ഇൻ്റർവ്യൂ നടക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് നമ്മളൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നു. ഇതൊക്കെ വലിയൊരു പ്രോസസ്സാണെങ്കിൽ കൂടി ഏറ്റവും ഒടുവിൽ ഇത് നമുക്ക് നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വളരെ വലുതാണ് എന്നതാണ് സത്യം. ഞാൻ എല്ലാവിധ പരീക്ഷകൾക്കും ബയോളജി എന്ന് പറയുന്ന വിഷയം ഹാൻഡിൽ ചെയ്യാറുണ്ടെങ്കിലും ടീച്ചിങ് പോസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി സൈക്കോളജി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സാധാരണഗതിയിൽ ഹാൻഡിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ബയോളജിക്കൽ ആസ്പെക്റ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു കൊളാബറേഷൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ സൈക്കോളജിയുടെ പല ഡെവലപ്മെൻറ്റൽ കാര്യങ്ങളൊക്കെ ബയോളജിയിൽ നമ്മൾ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റിൽ പഠിക്കുന്നതാണ് അല്ലേ ഫ്രണ്ട്സ്. എനിക്ക് നിലവിൽ വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിളിക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഫ്രണ്ട്സ്, ഒന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ICDS സൂപ്പർവൈസറുടെ പോസ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാമല്ലോ ഇത് നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഒരു തസ്തികയാണ്. ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത ഇതങ്ങനെ എല്ലാവർക്കും ചാടിക്കറി എഴുതാൻ കഴിയുന്നതല്ല എന്നത് തന്നെയാണ്. അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമുക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, പക്ഷേ എല്ലാ വിഷയങ്ങളിലെ ഡിഗ്രിയും പോസിബിൾ അല്ല. ഹോം സയൻസ്, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഇത് 4 വിഷയത്തിലെ ഒരു ഡിഗ്രി നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ മറ്റ് ഡിഗ്രിക്കാർ ഇതിൻ്റെ അകത്തു നിന്നും പുറത്തു പോയിരിക്കുകയാണ്. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാലും മതി, ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി ഉണ്ടായാലും മതി, പക്ഷേ നമ്മുടെ ബാലസേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു എന്താണ് പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അയക്കാവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനെ കുറിച്ച് ആണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. വിച്ച് മീൻസ് നമ്മുടെ കോമ്പറ്റീഷൻ അപ്പോൾ തന്നെ വളരെ ഗണ്യമായി കുറഞ്ഞു. നമുക്കറിയാം എന്ത് തരം ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണെങ്കിലും എപ്പോഴും ജനറൽ PSC പരീക്ഷകളുടെ പുറകെ ഓടുന്നതായിട്ട് സാധാരണ കാണാറുണ്ട്. അത് വേണ്ട എന്നല്ല, വേണം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ കിട്ടാൻ സാധ്യതയുള്ള കോമ്പറ്റീഷൻ കുറഞ്ഞ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള ചില എക്സാംസുകൾ അത് നിങ്ങൾ തിരഞ്ഞുപിടിച്ച് അറ്റൻഡ് ചെയ്യുക. കാരണം അത് നല്ല ഒരു വിജയ സാധ്യത തുറന്നു തരുന്ന അവസരങ്ങളാണ്. ഇപ്പോൾ ഈ ICDS സൂപ്പർവൈസറിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഇനി കോമ്പറ്റീഷൻ കുറച്ചും കൂടെ കുറയ്ക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. അതായത് പുരുഷന്മാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. സോ മാക്സിമം ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അൺഅക്കാഡമിയിൽ ICDSൻ്റെ ഒരു പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നതിന് ഒരു ഊന്നൽ നൽകിക്കൊണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ആയിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഈ ഒരു ICDS കോഴ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഹോം സയൻസ്, സൈക്കോളജി എന്ന് പറയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ വളരെ ഡെപ്തിലായിരിക്കും പോകുന്നത്. കാരണം ഇത് ഇത്രയും കോമ്പറ്റീഷൻ കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും നല്ലൊരു പ്രിപ്പറേഷൻ ആയിരിക്കുമല്ലോ നടത്തുന്നത്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചിലപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. നിങ്ങൾ വ്യക്തമായ ഒരു പ്ലാനോടുകൂടി വ്യക്തമായ ഒരു ഡെഡിക്കേഷനോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ വൈകാതെ തന്നെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ICDS സൂപ്പർവൈസറിൻ്റെ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ LP UP
എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്കുള്ള ടീച്ചർ റിക്രൂട്ട്മെൻറ്റ്. നമുക്കറിയാമല്ലോ, LP UP പരീക്ഷ ഫേമസ് പരീക്ഷകളാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഡിസ്ട്രിക്റ്റ് വൈസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ തന്നെ സ്റ്റേറ്റ് വൈഡ് അല്ല. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് എക്സാംസിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഇതിനില്ല. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ BEdും TTCയും അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ തന്നെ അടുത്ത ഒരു സെക്ഷൻ കോമ്പറ്റീഷൻ ഇല്ലാതായിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ LP UP സെക്ഷനിലേക്ക് കുട്ടികളുടെയൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ. സ്വാഭാവികമായിട്ടും തസ്തികകളുടെ എണ്ണവും കൂടാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിക്റ്റ് വൈസ് നടക്കുന്ന പരീക്ഷ, അതിൽ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് ഈസി ആയിട്ടത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ജേതാവ് എന്ന തലക്കെട്ടിൽ ഒരു LP UP ബാച്ച് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അത് അറിയാമായിരിക്കും. എന്നാൽ പുതിയ ഒരു LP UP ബാച്ച് അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനായിരിക്കും അതിൻ്റെ സൈക്കോളജി വിഷയം ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അവിടെയും നമ്മൾ വളരെ ഡെപ്തിലായിരിക്കും പോകുന്നത്. ഈ ICDSൻ്റെയും LP UPയുടെയും സൈക്കോളജി ഇച്ചിരി വ്യത്യാസമാണ് കേട്ടോ. ICDSൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്, കുറച്ചും കൂടെ ഡെപ്തിലായിരിക്കും പോകുന്നത്. LP UPക്ക് ഡെപ്തിലാണ് പോകുന്നതെങ്കിലും ICDSൻ്റെ പരീക്ഷയെ പോലെയുള്ള ടെക്നിക്കൽ ടേമുകൾ അല്ലെങ്കിൽ ടെക്നിക്കാലിറ്റീസ് പൊതുവെ നമ്മുടെ LP UP പരീക്ഷയിൽ ചോദിക്കാറില്ല. നമ്മുടെ സൈക്കോളജിയുടെ കാര്യമാണ് പറയുന്നത്. കുറച്ചും കൂടെ ജനറലായിട്ടുള്ള എന്നാൽ ക്ലാസ് റൂം സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിയാണ് സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കോഴ്സുകൾക്കും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ സൈക്കോളജി അപ്രോച്ച് ചെയ്യുന്നത്. കാരണം രണ്ട് പോസ്റ്റുകളും ഡിമാൻഡ് ചെയ്യുന്നത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ LP UP ബാച്ച് നമ്മൾ ഉടനെ തന്നെ അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ അത്രയും ഡെപ്തിലായിരിക്കും പോകുന്നത്. പ്രത്യേകിച്ചും ഞാൻ നിലവിൽ നമ്മുടെ HSST ലിസ്റ്റിലുള്ള ആളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എൻ്റെ ആ ഇൻ്റർവ്യൂ അനുഭവങ്ങളും മറ്റുമൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ നൽകും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു രീതിയിൽ കൂടെ കടന്നുപോയ ഒരാളായതുകൊണ്ട് നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ, നമുക്ക് കറക്ഷൻ വേണം എന്ന് തോന്നുന്ന മേഖലകൾ, ഇതൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഫ്രണ്ട്സ്, എൻ്റെ 9 വർഷത്തെ ടീച്ചിങ് കരിയറിൽ ഒരുപാട് അധ്യാപക ഉദ്യോഗാർത്ഥികളെ നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യുന്നതിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും ഞാൻ എൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് അവകാശപ്പെടില്ല. കാരണം നമുക്കറിയാമല്ലോ, ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണ് നമ്മളൊരു എക്സാം, ഒരു ഉദ്യോഗാർത്ഥിയെ ഒരു എക്സാം ക്രാക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥിയുടെ പങ്കും വളരെ വലുതാണ്. പക്ഷേ ആ വിജയത്തിൽ കുറച്ചെങ്കിലുമൊക്കെ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഒരുപാട് പേരെ, അത് LP UP ആയിക്കോട്ടെ, HSA ആയിക്കോട്ടെ, HSST ആയിക്കോട്ടെ, ഒരുപാട് കുട്ടികളെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകൾ തുടങ്ങുന്നു എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ്. കാരണം ഇത് വൺസ് ഇൻ എ വൈൽ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ ഇപ്പോൾ LP UPയുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ പണ്ടൊക്കെ കോളേജിലേക്ക് പ്രൊഫസർഷിപ്പിന് വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ ഡിമാൻഡ്. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ BEdും TTCയും ഒക്കെ എടുക്കാൻ വലിയ താല്പര്യമാണ് ആളുകൾക്ക്. കാരണം നമ്മുടെ സ്കൂളിലെ പോസ്റ്റുകൾക്ക്, ടീച്ചർ പോസ്റ്റുകൾക്ക് അത്രയും ഡിമാൻഡ് ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് കയറുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി ഒരു ജോലിക്ക് കയറിയാൽ അതുകൊണ്ട് അവസാനിക്കുകയില്ല. നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഹയർ പോസ്റ്റുകൾക്ക് ശ്രമിക്കാം. പലരും അത് ചെയ്യാറില്ല എന്നതാണ് സത്യം. പക്ഷേ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഹയർ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് എയിം ചെയ്യണമല്ലോ. അതിലൊരു തെറ്റുമില്ല കേട്ടോ. അതിൽ അത്യാഗ്രഹമെന്നോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ അംബീഷനെന്നോ ഒന്നും നമുക്ക് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് ഹയർ പോസ്റ്റിലേക്ക് വേണ്ടി ശ്രമിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അത് നിങ്ങളുടെ അവകാശവുമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കോഴ്സുകളുടെ ഭാഗമാകുക. തീർച്ചയായിട്ടും നല്ല ഇഫക്റ്റീവ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ പ്ലാറ്റ്ഫോമിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. Unacademy. Let's crack it.